മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയിരിക്കുകയാണ് നമ്മുടെ പിതാവ്. സ്തോത്രം. നമ്മുടെ പിതാവിന് നമുക്ക് നന്ദി പറയാം. കർത്താവായ യേശു ക്രിസ്തു മുഖേന നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവ്, ആ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവ്, നമ്മെ രക്ഷിപ്പാൻ വന്നവന്, നമ്മെ സ്നേഹിക്കുന്നവന്, നമ്മെ കരുതുന്നവന്, നമുക്ക് വേണ്ടി പ്രാണനെ തന്നതാ. സ്തോത്രം. നമുക്ക് വേണ്ടിയാണ് കർത്താവ് സകലതും നിർവഹിച്ചിരിക്കുന്നത്. നാം എത്ര ഭാഗ്യമുള്ളവരെ, എത്ര വിലയേറിയവരല്ലേ. നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തല്ലേ. നമുക്ക് വേണ്ടി മാത്രം അല്ലേ, നമുക്ക് വേണ്ടി മാത്രം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത കർത്താവിൻ്റെ പൊന്നു മക്കളാണ് നമ്മൾ. ഓർത്തു നോക്കുക അല്ലേ. ലോകം അത് തിരിച്ചറിയുന്നില്ല. അവർ ചിലപ്പോൾ തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം അവർ പലതും ഒക്കെ കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മൾ തിരിച്ചറിയുന്ന നമ്മൾ ഈ ഭാഗ്യത്തെ ഓർത്ത് എത്രയധികം സന്തോഷിക്കണം, എത്രയധികം അതിൽ അഭിമാനിക്കണം അല്ലേ. സ്തോത്രം. പലപ്പോഴും നമ്മൾ നമ്മെ തന്നെ കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കുക. എന്നെക്കൊണ്ട് സാധ്യമല്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ യോഗ്യനല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും അരുത്. ഇത്ര വലിയവനായ ദൈവം നമുക്ക് വേണ്ടി എന്തുവാ ചെയ്തത്? തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്നു അല്ലേ. നമ്മെ രക്ഷിപ്പാൻ വേണ്ടി എത്ര വലിയ കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അത് നിഷ്കളങ്കമായി ഒന്ന് ചിന്തിച്ചാൽ ആ കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തിലേക്ക് നമുക്ക് ഒഴുകി ഇറങ്ങുവാൻ സാധിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ 2024 ഈ പുതുമാസം പ്രയർ ടൈമിലൂടെ എന്നെ ചാനൽ 1 കാണുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഹൃദയഭാഷയിലുള്ള സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യും. ഒരു വചനഭാവം വായിച്ചു വേഗത്തിൽ പ്രാർത്ഥിക്കാം. സാംസ് ചാപ്റ്റർ 115, സങ്കീർത്തനങ്ങൾ 115-ന്റെ 11 മുതലുള്ള ഭാഗങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 115-ന്റെ 11 മുതലുള്ള ഭാഗങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പി, അവൻ അവരുടെ സഹായവും പരിചയമാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാരായിട്ടുള്ളവർ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണമെന്നാണ് പറയുന്നത്. സ്തോത്രം. ദൈവഭക്തന്മാർ മറ്റു പലതിലേക്കും ആശ്രയിക്കാൻ പോകരുത്. സ്തോത്രം. എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടായാലും, എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും, നമ്മുടെ ഹൗവ അമ്മച്ചി പാമ്പ് വന്ന് ഇത് ഭക്ഷിക്കുന്ന നാൾ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ഉവ്വ എന്ന് പറഞ്ഞത് സ്വീകരിച്ചതുപോലെ വേറെ ഒന്നിലും ആശ്രയിക്കരുത്. അത് പാപത്തിന് കാരണമായി തീരും. ഇവിടെ വാക്ക് പറയാം, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പേ. നമ്മൾ ദൈവത്തിൻ്റെ ഭക്തന്മാരാണെങ്കിൽ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനാണ്, ഒരു മകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റൊന്നിലും ആശ്രയിക്കരുത്. തിരുവചനം പറയുന്നതിന് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നത്? അല്ലെ ഇഹലോകത്തിൽ ഏതിലും ശക്തിയിൽ ആശ്രയിക്കുന്നതന്നെ. അവിടെ പോയാൽ ഇത് കിട്ടും, ഇവിടെ പോയാൽ അത് കിട്ടും, ഇവർക്ക് ഇന്ന ശക്തി, ഇന്നത് കഴിച്ചാൽ ഇന്നതുപോലെ നേട്ടം, ഒന്നുമില്ല. ഇന്നത് കെട്ടിയാൽ ഇനി ബെനിഫിറ്റ്, ഒരു ബെനിഫിറ്റും ഇല്ല. ദൈവത്തെ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? ആ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ ദൈവത്തെ കഴിയാത്തതെന്ന് കണ്ടല്ലേ അത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പോയാൽ ദൈവം അവരിൽ പ്രസാദിക്കുമോ? ഒരിക്കലുമില്ല. ദൈവത്തെ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഒരു സഹോദരി, ഒരു സഹോദരൻ, പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവഭക്തരായിട്ടുള്ളവരെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. സമയമൊന്നും വൈകിട്ടില്ല. ദൈവം അത് പ്രവർത്തിക്കും. അത് നിങ്ങൾ അനുഭവിക്കും. അത് നിങ്ങൾക്ക് സന്തോഷമാക്കി തീർക്കും. ദുഃഖങ്ങളെ സന്തോഷമാക്കും. നിങ്ങളുടെ ആ അവസ്ഥകളെ അനുഗ്രഹമാക്കും. കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളാണെങ്കിലും നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിപ്പിക്കും ദൈവം. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ വളരെ വേഗത്തിൽ താട്ടു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പി, അവൻ അവരുടെ സഹായവും പരിചയമാകും. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവന് അവനൊരു പരിചയമാണ്, സഹായകനുമാണ്. അപ്പോൾ ദൈവം സഹായകനായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബലഹീന ലോകത്ത് ആരാ നിങ്ങളെ സഹായിക്കേണ്ടത്? അതെല്ലാം ബലഹീന കരങ്ങളല്ല. ഇന്ന് കണ്ടു നാളെ വാടിപ്പോകുന്ന കരങ്ങളാണ്. പക്ഷേ ദൈവത്തിൻ്റെ സഹായം ശാശ്വത ഭുജങ്ങളാലുള്ള സഹായമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്തിനായി നമുക്ക് ഒരുങ്ങാം. അവരുടെ സഹായവും പരിചയമാകുന്നു. ഭക്തന്മാരായ ദൈവത്തിൻ്റെ മക്കൾക്ക് അവൻ സഹായവും പരിചയമാകും. പരിചയപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയുമൊന്നും കേൾക്കണ്ട. ഒരു ദോഷവും വരാതെ നിങ്ങളെ സംരക്ഷിക്കാനാണ് പരിചയം. അനർത്ഥങ്ങളൊന്നും വരത്തില്ല. ഒരു അമ്പും നിങ്ങളെ ഏശത്തിൽ, ഒരു മുറിപ്പാടുകളും ഉണ്ടാകാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ദൈവത്തിന് മഹത്വം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹ്റോൻ ഗ്രഹത്തെയും അനുഗ്രഹിക്കും. യഹോവ നമ്മെ ഓർത്തിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഒരു കാര്യം ഓർത്തോണം. നിങ്ങൾ ദൈവത്തെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചൊരു വ്യക്തിയല്ലേ.
ഇനി നിങ്ങൾ അതൊക്കെ മറന്നു പോയാലും കർത്താവ് മറക്കുന്നില്ല. കർത്താവ് നിങ്ങളെ ഓർക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഓർമ്മയിൽ എപ്പോഴും നമ്മളുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ദൈവം ഓർത്തിരിക്കുക, എന്നാ അനുഗ്രഹിക്കും. ഓർത്തിരിക്കുന്ന ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അല്ല ചുമ്മാതെ ഒരു നേരം പോക്കിന് ദൈവം നമ്മളെ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇപ്പം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സാറിന് പാസ്റ്റർമാരെ പ്രാർത്ഥിച്ചോളാം. എവിടുന്ന് പ്രാർത്ഥിക്കൂ? മറന്നു പോകും. അന്നേരം പ്രാർത്ഥിച്ചു. പിന്നെ വലിയ കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ഓർത്തിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ പലരും വിളിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് അന്നേരം പ്രാർത്ഥിച്ചു. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ലോക മനുഷ്യരുടെ കാര്യം അങ്ങനെയാണ്. പക്ഷെ സർവശക്തനായ ദൈവം പറയും അവൻ ഓർത്തിരിക്കുക, നമ്മളെ അവൻ അനുഗ്രഹിക്കുകയും ചെയ്യുക. ഇപ്പോൾ ദൈവം ഓർത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്നെ നശിപ്പിക്കാനല്ല, അനുഗ്രഹിക്കാനാണ്. സാറിന് എല്ലാവരും മറ്റു പലരും പല പ്രതികാരങ്ങളും പകയൊക്കെയല്ലേ മനുഷ്യന് കാത്തു സൂക്ഷിക്കുകയോ ഓർത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ദൈവം അങ്ങനെയല്ല. ദൈവം ഓർത്തിരിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഓർത്തിരിക്കുന്നത്. നീ എന്തെങ്കിലും രക്ഷിക്കപ്പെട്ട് ചൊവ്വായി വരും, എൻ്റെ അരികിൽ വരും, എന്നെ സ്നേഹിക്കും, എൻ്റെ വചനത്തെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം ഓർത്തിരിക്കുക. ദൂരത്തിനായ ഉത്തരം പോയിരിക്കുക, അപ്പൻ ഓർത്തിരിക്കുക. അവൻ്റെ മടങ്ങി വന്നാൽ അന്നേരം അനുഗ്രഹിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക. ദൈവം ഏതിലേ പോയാലും ഓർത്തിരിക്കുക. കൈവിട്ടു പോയാലും അകന്നു പോയാലും ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയാലും ആരെല്ലാം കുറ്റം പറഞ്ഞാലും വഴി പറഞ്ഞാലും എങ്ങനെയൊക്കെ നടന്നാലും പിഴച്ച് നടന്നാലും ചൊവ്വായി നടന്നാലും ഇല്ലെങ്കിലും കോട്ടം വന്നാലും എന്ത് വന്നാലും ദൈവം ഓർത്തിരിക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരും, അനുഗ്രഹിക്കുകയും ചെയ്യും. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോയിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവം മടക്കി കൊണ്ടുവരും, അനുഗ്രഹിക്കുമെന്ന്. പിന്നെ ധൈര്യമായിട്ടിരിക്കുന്ന വെള്ളടിയാണോ കള്ളുകൂടിയാണോ അതോ മോശം വഴിയിലാണോ വിട്ടിട്ട് പോയോ നാട് വിട്ട് പോയോ ഒന്നും ഓർത്ത് പോയോ പഠനം നശിപ്പിച്ചോ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിയിരുന്ന് കർത്താവ് അവരെ ഓർക്കുന്നുണ്ടെന്ന് അവരെ അനുഗ്രഹിക്കും. സ്ഥിതി മാറും. ദൈവത്തിന് മഹത്വം. ആ പശ്ചാത്തലമല്ല ഇത് കേട്ടോ, ആ പശ്ചാത്തലമല്ല. എങ്കിലും ആ വചനം എടുത്തപ്പോൾ ഞാൻ അതങ്ങ് കണക്ട് ചെയ്ത് ദൈവാത്മാവിനെ കൊണ്ട് അത് പറയിപ്പിച്ച. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല കർത്താവിനെ നമ്മൾ പിൻപറ്റിയവരെ എല്ലാം കർത്താവ് ഓർത്തിരിക്കുക. കർത്താവരെ പറ്റി നല്ല ഓർമ്മകളാണ്. ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവായി 2001 സ്വീകരിച്ച സമയം, കർത്താവ് 2001-2002 ഞാൻ സ്വീകരിച്ച സമയം കർത്താവിനെ മോനായി കണ്ടു. ഓർത്തിരിക്കുക. ആ കുഞ്ഞിന് വേണ്ടുന്നതൊക്കെ ഞാൻ തക്ക സമയത്ത് ചെയ്യാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയ ചില നന്മകളെ ചെയ്ത് ജീവിതത്തിന് മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. കുറച്ച് നാളുകൾ അതിന് മുമ്പ് സ്ട്രഗിൾസിൻ്റെ ഒരു പീരീഡായിരുന്നു. ദൈവനെ ഓർത്തിരിക്കുക. ആ കഷ്ടതകളിൽ നിന്നൊക്കെ വിടുവിച്ച് അവൻ എൻ്റെ മകനാക്കി തികച്ചവനായി നിർത്തി വേല ചെയ്യിപ്പിക്കും ഞാൻ. അപ്പോൾ ഇന്ന് പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേന് കൈവിട്ട് കളഞ്ഞൊന്നും ആരും വിചാരപ്പെടണ്ട. ഓർത്തിരിപ്പുണ്ട്. അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. ഒറ്റപ്പെട്ടു പോയതും വേർതിരിയപ്പെട്ടു പോയതും തള്ളിപ്പറഞ്ഞതും നാട്ടുകാർ ഉപേക്ഷിച്ചതും സാമ്പത്തിക നഷ്ടം ഉണ്ടായതും കിടക്കണിയിൽ പെട്ടതും രോഗിയായി കിടന്നതും നാട്ടുകാരിൽ അപമാനിച്ചതും ജോലി പോയതും ചിലർ ഇട്ടേച്ച് പോയതും ചില കൂട്ടുകാർ ചതിച്ചതും എല്ലാം അനുഗ്രഹത്തിനാണ്. എല്ലാം അനുഗ്രഹത്തിനും. കാരണം ദൈവം ഓർത്തിരിക്കുകയില്ലേ. അവരൊക്കെ ചതിച്ച വഴി പോയി. നിന്നെ കബളിപ്പിച്ചവരും വഞ്ചിച്ചവരും നിന്റെ ഓഹരി തട്ടിപ്പറിച്ചവരും അപമാനിച്ചവരും ഒക്കെ അവർ ഇഹലോകപ്രകാരം അവർക്ക് ചെയ്യാനുള്ള റോള് ചെയ്തിട്ട് അവരങ്ങ് പോയി. പക്ഷെ ദൈവം നിന്നെ ഓർത്തിരിക്കുക. അവർ ചിലപ്പോൾ ഓർക്കുന്നില്ലായിരിക്കും. നിനക്ക് ഉപദ്രവിച്ചവർ ചിലപ്പോൾ നിന്നെ മറന്നുപോയി കാണും. പക്ഷെ ദൈവം ഓർത്തിരിക്കാൻ നിങ്ങളെ അവരുടെ എല്ലാം മുൻപിൽ അവരെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. കർത്താവ് അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ അഹ്റോൻ ഗ്രഹത്തെയും അനുഗ്രഹിക്കും. ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുന്നത് നമ്മളാണ് കേട്ടോ. ദൈവത്തിൻ്റെ പുതിയ നിയമം ഇസ്രായേൽ എന്ന് പറയുന്നത് കർത്താവ് തിരഞ്ഞെടുത്ത നമ്മളാണ്. നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഭക്തന്മാരായിട്ടുള്ള ചെറിയവരോ വലിയവരോ ആരുമായിക്കോട്ടെ അവരെ അനുഗ്രഹിക്കും. വലിപ്പ ചെറുപ്പങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ ചെറുപ്പ വലിപ്പമാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ചെറിയവരും വലിയവരും അത് ലോകപ്രകാരമായിക്കോട്ടെ, ഏത് പൊസിഷനിലുള്ളവരാണല്ലോ, ഡോക്ടറേറ്റ് ഉള്ളവനും കൂലിപ്പണിക്കാരനും കോടീശ്വരനും ദരിദ്രനും ഏതവസ്ഥയിലായിക്കോട്ടെ, രോഗിയും ആരോഗ്യമുള്ളവനും മാനസികമായി സുബോധമുള്ളവനും സുബോധമില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നതാണോ, കർത്താവിനെ ഭക്തിയോടെ സേവിച്ചതാണോ, രക്ഷകനായി സ്വീകരിച്ചതാണോ, തിരുവചനം പറയാ അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. രണ്ടു കൂട്ടരെ അനുഗ്രഹിക്കും. ദൈവത്തിന് മുഖപക്ഷം ഇല്ലെന്ന് പറയുന്നത്.
അപ്പോൾ ദൈവം അവരെ ഒരുപോലെ അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ഞാൻ ഇവിടെ കൊണ്ട് വാക്കി നിർത്തതായിട്ട് ഒരുപാട് വായിച്ചു പോകാനുണ്ട്. ദൈവം സ്തോത്രം തിരുവചനം പറയുകയാണ്, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് ഞാൻ പെട്ടവരാകുന്നു. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അപ്പം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ദൈവം അനുഗ്രഹിക്കും എന്നാണ് നമ്മളോട് ഇന്ന് തിരുവചനത്തിലൂടെ പറയുന്നത്. അപ്പോൾ ദൈവഭക്തന്മാരായിട്ടുള്ള മക്കളെ, അവർ ചെറിയവരോ വലിയവരോ ഒന്നുമില്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കും. അപ്പോൾ ഈ പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ തലമുറകളെയൊക്കെ അനുഗ്രഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും കേട്ടോ. അവരെല്ലാം നന്നായി വരും. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ലേ, ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്നതല്ലേ. അത് ദൈവം കാണാതിരിക്കുമോ? ദൈവം അത് കാണുന്നു എന്നാണ് പറയുന്നത്. ദൈവം അറിയുന്നു. ദൈവം നിങ്ങളെ അറിയുന്നു. ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ള അറിയുന്നില്ലായിരിക്കും, പക്ഷെ ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. 2024 ദൈവഭക്തന്മാരായ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഇനി ഭക്തരല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തു ഭക്തരായി നിങ്ങളും തീരുക. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ മാർവോട് ചേരുക. അവൻ സത്യദൈവമാണ്, ഏക ദൈവവുമാണ്. മറ്റൊരുത്തനിലും രക്ഷയുമില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് ഇത് മാത്രമേ ഉള്ളൂ. അവിടെ മനുഷ്യരായി പിറന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്നിത് കേൾക്കുന്നെങ്കിൽ ദൈവഭക്തരാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഭക്തിയിൽ ജീവിക്കുക. ദൈവം നിങ്ങളെ മാനിക്കും. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ തിരുസനിലേക്ക് എൻ്റെ പ്രിയമുള്ളവരുമായി അടുത്ത് വരിക. ആദ്യമായി കാണുന്നവരും സ്ഥിരമായി കാണുന്ന പ്രിയ സഹോദരങ്ങളെയും എല്ലാവരെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരിക. പിതാവ് മുഖവശമില്ലാത്തവൻ, ചെറിയവനെന്നും വലിയവനും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു ഞങ്ങളോട് പറഞ്ഞു. ദൈവഭക്തന്മാരായ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഇന്ന് ദൈവഭക്തി ഉള്ളതുകൊണ്ടാണ് കേൾക്കുന്നത്. കർത്താവ് അങ്ങേ സ്നേഹിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളം കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുകയാണ്. അവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ ജോലിയും വരുമാനത്തെ അനുഗ്രഹിക്കും, കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്നു. ദൈവമഹത്വം അവരുടെയും അവരുടെ തലമുറകളുടെയും മേൽ ഉണ്ടാകട്ടെ. തിരുവചനം പറയുന്നത് ഞാൻ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവം ദൃകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ആവലാതിയോടെ ഭാരത്തോടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അങ്ങയുടെ അനുഗ്രഹം ഒരു മഞ്ഞ് പോലെ അവരിലേക്ക് പെയ്യട്ടെ. കർത്താവ് പ്രതികൂലങ്ങളിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കെട്ടുകളെ അഴിച്ചു വിടുവിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ കാണുന്ന സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പഠനവും എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കുഞ്ഞുങ്ങളുടെ എക്സാമുകളിൽ അനുഗ്രഹ വിജയം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. തൃക്കരങ്ങളിലേക്ക് അങ്ങനെയുള്ള വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വസ്തുസംബന്ധമായ വിഷയങ്ങൾ, വീട് പണിയുന്ന വിഷയങ്ങളും ഒക്കെ ആയിട്ട് ഭാരപ്പെട്ട് കാണുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളും കെട്ടുകളും എല്ലാം നീങ്ങിപ്പോയി. ദൈവം അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം. ഉള്ളംകരങ്ങളിൽ തരുന്ന കർത്താവ് കൃപയുടെ കരങ്ങളിൽ താഴുന്നു. പിതാവോടുന്ന പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിജയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അടിയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾ അതിനകത്ത് ടെക്സ്റ്റ് ചെയ്യണം, സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കണം. ദൈവത്തിന് മഹത്വം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ വേണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കോ കമൻറ്റോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ചെയ്യണം. നിങ്ങൾ പുതുതായി കാണുന്നതാണ്, നിങ്ങളുടെ പേര് ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ ഒരു ആമേൻ വെക്കുമ്പോൾ അതിൽ എഴുതി കാണും. എനിക്കതുകൂടെ ചേർത്ത് സ്തോത്രം പറയാം. ഞാനിങ്ങനെ ഓരോ പുതുതായിട്ട് അത് കമൻറ്റ് ചെയ്തിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരും കോൺടാക്ട് ചെയ്തിട്ടുള്ളവരും വിളിച്ചിട്ടുള്ളവരും വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്തവരും മറ്റുള്ളവരും എല്ലാവരും പേരെഴുതി വെച്ച് സ്തോത്ര പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും കൂടി ഓർക്കാനൊരവസരം, അത് എനിക്കൂടെ ഒരു അനുഗ്രഹം. നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. നിശ്ചയമായിട്ടും അത് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.